ഈസ്റ്റേണിൻ്റെ മസാലകൾ വെച്ചിട്ട് ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഒരു 1/2 കിലോ ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈസ്റ്റേൺ മുളക് പൊടി, ഉപ്പ്, ഈസ്റ്റേൺ മഞ്ഞൾപ്പൊടി, ഈസ്റ്റേൺ കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സവാള 3 ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഈസ്റ്റേൺ ചിക്കൻ മസാല, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, കുറച്ച് വെള്ളവും. ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ചിക്കനിൽ മുളക്, ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ വെള്ളത്തിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ചിക്കൻ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. നമുക്ക് വേറൊരു പാനിൽ സവോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില, ഇനി ഇതിലേക്ക് നമ്മുടെ സവാളയും കൂടെ ഇട്ടെടുക്കാം. നീളത്തിൽ അരിഞ്ഞൊരു 3 സവാള കേട്ടോ ഞാൻ എടുത്തത്. ഓൾറെഡി നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, എന്നാലും ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിലിടാനുള്ളത് കൊണ്ട് നേരത്തെ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കണേ, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. 1.5 ടീസ്പൂൺ ഈസ്റ്റേണിൻ്റെ സ്പെഷ്യൽ ചിക്കൻ മസാല കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ചിക്കൻ വേവിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇച്ചിരി വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒന്ന് വേവിക്കാം. ആ മസാലയിലേക്കൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെയാണ്. മസാല നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം നമ്മൾ വെള്ളം വറ്റി വരുന്ന രീതിയിലൊക്കെ വേവിച്ചിട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് സെർവ് ചെയ്യാം. നല്ല തിക്ക് ഗ്രേവി മൂഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം.